ശ്രീ ആരിഫ് ഹുസൈൻ, നമുക്കറിയാം ഇതിനെതിരെ ചില പ്രതികരണങ്ങളും ഉണ്ടായിരുന്നു. സുപ്രഭാതം പത്രത്തിലും സിറാജിലുമൊക്കെ അവർ വ്യക്തമാക്കിയതാണ്. ഞാൻ അതിൻ്റെ തലക്കെട്ടുകൾ മാത്രം വായിക്കാം, താങ്കളും കണ്ടു കാണും. കാരണം സിറാജിലെ തലക്കെട്ട് എഡിറ്റോറിയലിലെ മൗമൂദി ഇല്ലാത്ത ജമാഅത്തോ എന്നായിരുന്നു ചോദിച്ചത്. അത് അവസാനം അവർ കൺക്ലൂഡ് ചെയ്യുന്നത് ഇങ്ങനെയാണ്: ഏതെങ്കിലും രീതിയിൽ മൗമൂദിയെ തള്ളി പറയുന്നവർ ഈ സംഘടനയുടെ പേരുപേക്ഷിക്കുകയായിരുന്നു ആദ്യം ചെയ്യേണ്ടത് എന്നുള്ള വിമർശനവുമാണ്. അതുപോലെ തന്നെ സുപ്രഭാതത്തിൽ പറഞ്ഞിട്ടുള്ളത്, തള്ളി പറഞ്ഞിട്ടും മൗമൂദിയുടെ ചിത്രം വെബ്സൈറ്റിൽ നിന്ന് നീക്കാതെ ജമാഅത്ത് എന്നുള്ള തലക്കെട്ടൂടെ തുടങ്ങിയിരിക്കുന്നതിൽ അതിൻ്റെ അവസാനത്തിൽ അവർ പറയുന്നത് 2011 ദേശീയ തലത്തിൽ ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ വെൽഫെയർ പാർട്ടി രൂപീകൃതമായി അതിലെ അംഗങ്ങൾ മത്സരിച്ചു. അത് ഇങ്ങോട്ട് തുടർന്ന് കേരളത്തിലേക്ക് എത്തുമ്പോൾ UDF-ൽ ഇതിൻ്റെ ആശയങ്ങളെ പിന്തുണയ്ക്കുന്നവരുണ്ട്. പക്ഷേ CPM ഇപ്പോൾ നിലവിൽ അനുകൂലിക്കാത്തതുകൊണ്ടാണ് ഇവർ ഈ ആശയ വ്യതിചലനത്തിലേക്ക് പോകുന്നത് എന്നുള്ളത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിലൊരു രാഷ്ട്രീയ പ്രവേശം തന്നെയാണ് കാണുന്നത്. അതിനുവേണ്ടി താൽക്കാലികമായി സൃഷ്ടിക്കുന്ന ഒരു അടവ് നയം, ഇങ്ങനെയല്ലേ കണക്കാക്കേണ്ടതുള്ളൂ? ഇത് തന്നെയാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്, ഇവിടെ സൂചിപ്പിച്ചല്ലോ. അതായത് രാഷ്ട്രീയത്തിലേക്കുള്ള കടന്നുകയറ്റം, അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. ആദ്യം അവർ ശ്രമിച്ചത് ഇന്ത്യയുടെ വിമോചനം ഇസ്ലാമിലൂടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇസ്ലാമിക് റെവല്യൂഷനാണ് അവർ ലക്ഷ്യം വെച്ചത്. അത് നടന്നില്ല, അത് ചീറ്റിപ്പോയി എന്ന് വന്നപ്പോൾ അടുത്ത വഴി എന്താണ്? അടുത്ത വഴി എന്ന് പറയുന്നത് ഇവിടുത്തെ സംവിധാനത്തെ അതിനെ ഹൈജാക്ക് ചെയ്യാം, അതിനകത്തേക്ക് നുഴഞ്ഞു കയറുക. ഞാൻ ഈ ഒരു വിശ്വാസിയായിട്ടൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നമ്മൾ ഏർപ്പെട്ടിട്ടുള്ള മേഖലയിൽ നിന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് തന്നെയാണ് ഞാൻ ഇവിടെ എടുത്ത് പറയുന്നത്. ജമാഅത്ത് ഇസ്ലാമിയുടെ കീഴിലുള്ള ചില ക്ലാസ്സുകളിലൊക്കെ പങ്കെടുത്തു എന്നത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ ചെയ്തു പോയ ഒരു വലിയ പാതകമായിട്ടായിരുന്നു ഞാൻ ഇത്ര നാൾ കരുതിയെന്നുണ്ടെങ്കിൽ ഇന്ന് ഞാൻ പറയാണ്, അങ്ങനെയൊക്കെ പോകാൻ സാധിച്ചുകൊണ്ട് നമ്മൾ പറയാറുണ്ടല്ലോ, ഈ കൂടെ കിടന്നവന് രാപ്പനി അറിയുമെന്ന് പറയുന്ന ഒരു അവസ്ഥ, അതെങ്കിലും ഉണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷമാണ് ഇപ്പോൾ എനിക്കുള്ളത്. സത്യം പറഞ്ഞാൽ ആ സന്തോഷം തന്നെയാണ്. കാരണം ഞാൻ തറപ്പിച്ചു പറയുന്നു, ഇവിടെ വോട്ട് ചെയ്യാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് എൻ്റെ മുന്നിൽ വന്നിട്ട് ഉപദേശിച്ച ജമാഅത്ത് ഇസ്ലാമിയുടെ സ്റ്റഡി ക്ലാസ്, അതിനകത്ത് ഞാൻ കൃത്യമാണ്. അതേപോലെ ഇവിടെ ഓരോ സംവിധാനത്തിലും മുസ്ലിങ്ങൾ ഇടിച്ചു കയറണം, നമ്മൾ അതിനകത്തേക്ക് കയറണം, നമ്മൾ ജുഡീഷ്യറിയിലേക്ക് വരണം, നമ്മൾ പോലീസ് സംവിധാനത്തിലേക്ക് വരണം, നമ്മൾ സൈന്യത്തിലേക്ക് കയറണം, നമ്മൾ സിവിൽ സർവീസിലേക്ക് വരണം എന്ന് കൃത്യമായിട്ട് പറഞ്ഞ് അതിനു വേണ്ടിയിട്ടുള്ള ശ്രമം, അത് എന്താണ് ആ ശ്രമം? ഇവിടുത്തെ കോച്ചിങ് നടത്തുക, ബാക്കി കാര്യങ്ങൾ നടത്തുക, നമ്മൾ അതിൻ്റെ മേഖലയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വലിയ ലക്ഷ്യങ്ങൾക്ക് അത് വലിയ ഉപകാരമാകും എന്ന് പഠിപ്പിക്കുന്ന മേഖല. ഇതാണ് നമ്മൾ കണ്ടത്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അതുക്കും മേലെ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. അതെന്താണ്? ഇവിടുത്തെ രാഷ്ട്രീയ, നമ്മളെ ജനാധിപത്യ സംവിധാനത്തെ തന്നെ റാഞ്ചുക, അതല്ല ഇവിടെ നമ്മൾ കാണുന്നത്. അതിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എവിടുന്നാണ് ഇത് തുടങ്ങുന്നത്? ഇലക്ഷൻ്റെ കാര്യം പറഞ്ഞു, അത് നടക്കുന്നില്ല. പിന്നെ നമ്മൾ കണ്ടത് ഇതിൻ്റെ ഒരു അടവ് നയം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിംഗ് മൊമെന്റ് നമ്മൾ അവിടെ കണ്ടത്. ഈ സംവിധാനത്തെ തന്നെ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ നമ്മൾ കീഴ്പ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വലിയ ലക്ഷ്യം. ഇത് ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല, ആഗോളതലത്തിൽ തന്നെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. UK-ലും ജർമ്മനിയിലും ഒക്കെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഇന്നലെ മിനിയാന്ന് കാനഡയിൽ ഹിസ്ബുത്ത് തഹരീർ എന്ന് പറയുന്ന ഒരു ഭീകരവാദ സംഘടന, ഇന്ത്യയിലെ ഭീകരവാദ സംഘടനയായിട്ട് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സംഘടനയാണ്. ആ സംഘടനയുടെ ഏതാണ്ടും ചില ആളുകളെ കഴിഞ്ഞ ദിവസം NIA അറസ്റ്റ് ചെയ്തതിനെ കുറിച്ചുള്ള വാർത്തയും നമ്മൾ കണ്ടതാണ്. ആ സംഘടന അവര് കാനഡയിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കുകയാണ്. എന്താണ് ആ സെമിനാറിന്റെ ടൈറ്റിൽ എന്ന് നിങ്ങൾ കേട്ടാൽ നിങ്ങൾ ഞെട്ടും. അതായത് കാനഡ ഇസ്ലാമിക രാജ്യമാക്കുന്ന, അല്ലെങ്കിൽ കാനഡയിൽ ഒരു കാലിഫേറ്റ് ഉണ്ടാക്കുന്നത് വൈകുന്നു, എന്തുകൊണ്ട് വൈകുന്നു, ആരാണ് നമ്മളെ തടസ്സം എന്നത് സംബന്ധിച്ചിട്ടൊരു അവലോകന, ഒരു സെമിനാർ. ഇത് അവർ അനൗൺസ് ചെയ്തു, പബ്ലിക്കായിട്ട് അനൗൺസ് ചെയ്തിട്ടാണ് ആ പരിപാടി അവർ അവിടെ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. പക്ഷേ അത് വലിയ കോളുകളൊക്കെ സൃഷ്ടിക്കുകയാണ്, ചർച്ചയാവുകയാണ്. പഴയ പോലെ എല്ലാ കാലം എന്നുള്ളത് അവരും തിരിച്ചറിഞ്ഞു. അങ്ങനെ അവസാനം ഈ ഭീകരവാദ സംഘടന ഇന്നും കാനഡ ഇപ്പോഴും അവരെ ഭീകരവാദ സംഘടനയായിട്ട് അവർ ലിസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയൊരു തമാശ. എന്നിട്ട് അവർ ആ പരിപാടി ക്യാൻസൽ ചെയ്യേണ്ടി വരികയാണ്, ജനങ്ങളുടെ എതിർപ്പ് കാരണം. അപ്പോൾ നമ്മൾ ഒന്ന് നോക്കൂ, അവരുടെ പ്രശ്നം എന്താണ്? എന്തുകൊണ്ട് വൈകുന്നു? ഇസ്ലാമിക രാജ്യമാക്കുന്നത് എന്തുകൊണ്ട് വൈകുന്നു എന്നതാണ് അവരുടെ ചർച്ച. അല്ലാതെ ഇസ്ലാമിക രാജ്യം ആക്കണോ വേണ്ടയോ എന്നുള്ളതല്ല. ഇതാണ് ഞാൻ പറയുന്നത്. ഇവിടെ പോപ്പുലർ ഫ്രണ്ടുകാരൻ മിഷൻ 2047 എന്ന് പറഞ്ഞ് അവർ പബ്ലിഷ് ചെയ്ത സാധനത്തിനകത്ത് ഇസ്ലാമിക രാജ്യം ആക്കണോ വേണ്ടയോ എന്നുള്ളതല്ല അതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാക്കാം, അതിൻ്റെ ഓരോ സ്റ്റെപ്സ് എന്താണ്, സ്റ്റേജ്, ഫേസസ്, അതാണ് അവർ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഫേസ് 1 എന്ത് ചെയ്യണം, ഫേസ് 2 എന്ത് ചെയ്യണം, 3 എന്ത് ചെയ്യണം എന്നവർ കൃത്യമായിട്ട് എഴുതി വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൽ ഇപ്പോൾ ഞാൻ ഇത് പറയുന്നതിൻ്റെ ഇടയിൽ ഒരു കാര്യം ശ്രദ്ധയപ്പെട്ടതാണ്. ഇവിടെ ഈ ജമാഅത്ത് ഇസ്ലാമിയുടെ ഇതേ ഭരണഘടനയുടെ ഖണ്ഡിക
6 അതിനകത്ത് അവർ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്ത്രീ പുരുഷ വ്യത്യാസമോ വംശ സമുദായ ഭേദമോ കൂടാതെ ഇന്ത്യൻ യൂണിയനിലെ ഏത് പൗരനും താഴെ വിവരിക്കുന്ന നിബന്ധനകളോടുകൂടി ജമാഅത്ത് ഇസ്ലാമി ഹിന്ദിൽ അംഗമാകാവുന്നതാണ് എന്ന് അവർ എഴുതി വെച്ചിരിക്കും. ഇത് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓഹാ കൊള്ളാലോ, ഇത്രയ്ക്ക് മതസൗഹാർദ്ദവും ഇത്രയ്ക്ക് ഓപ്പണും ആയിട്ടുള്ള ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഒരു സാധനമാണോ ഈ ജമാഅത്ത് ഇസ്ലാമി, നമ്മൾ ചിന്തിച്ചു പോകും. എന്നിട്ട് അവർ ആ നിബന്ധന കൊടുത്തിരിക്കുകയാണ്. ഒന്നാമത്തെ നിബന്ധന എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന ആദർശം അതിന്റെ വിശദീകരണ സഹിതം ഗണ്ണിക 3 പറഞ്ഞത് പ്രകാരം ഗ്രഹിച്ച ശേഷം അത് തന്നെയാണ് തന്റെ ആദർശം എന്ന് സാക്ഷ്യം വഹിക്കുക. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിക്കർ ഇടുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ ആ നിക്കർ ഞെരിയാണി വരെ ഇറക്കം ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന പോലെ ആയില്ലേ? ഇതെല്ലാം ഇവിടെ നമ്മൾ കാണുന്നത്. ഇനി അടുത്തത് ജമാഅത്തിന്റെ ലക്ഷ്യം അതിന്റെ വിശദീകരണ സഹിതം, അതായത് ഇഖാമത്തുദ്ദീൻ, അതായത് ഖണ്ഡിക 4 പറഞ്ഞത് ഗ്രഹിച്ച ശേഷം അത് തന്നെയാണ് തന്റെ ലക്ഷ്യമെന്ന് സമ്മതിച്ച് പറയുക. ഇഖാമത്തുദ്ദീനാണ് എന്ന് സമ്മതിക്കണം. ഇനി 3 ജമാഅത്തിന്റെ പ്രവർത്തന മാർഗം, അത് ഖണ്ഡിക 5 പറഞ്ഞത് അനുസരിച്ച് കൊള്ളാം എന്ന് അവിടെ സമ്മതിച്ച് പറയണം. ജമാഅത്ത് ഭരണഘടന ഗ്രഹിച്ച ശേഷം ഈ ഭരണഘടനയെ അത് അനുസൃതമായ പാർട്ടി വ്യവസ്ഥിതിയും അനുസരിച്ച് കൊള്ളാമെന്ന് പ്രതിജ്ഞ ചെയ്യുക. എന്ന് വെച്ചാൽ നിങ്ങൾ ഏത് പൗരനായാലും ശരി, ഏത് സമുദായക്കാരനായാലും ശരി, നിങ്ങൾ അവസാനം ഇസ്ലാമിലേക്ക് വരണമെന്നല്ലേ എഴുതി വെച്ചിരിക്കുന്നത്? ഇതാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ ഞാൻ ഇവിടെ ഇതിന്റെ ഗൗരവം നമ്മൾ നഷ്ടപ്പെടുത്തുകയാണ്. പലപ്പോഴും നമ്മളുടെ രാഷ്ട്രീയം അത് ഈ തരത്തിലുള്ള യഥാർത്ഥ നമ്മുടെ മുന്നിലുള്ള പ്രസിഡൻസ്, ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. അതായത് നമ്മളൊരു കാര്യത്തെ ഭയക്കുന്നത് എപ്പോഴാണ്? ഒരു പേപ്പട്ടിയെ നമ്മൾ ഭയക്കുന്നു, അല്ലെങ്കിൽ ഒരു പാമ്പിനെ നമ്മൾ ഭയക്കുന്നു, നീർക്കോലിയെ നമ്മൾ ഭയക്കുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്കറിയാം നീർക്കോലി കടിച്ചിട്ട് ആരും ചാവുന്നില്ല. എന്നാൽ ഇവിടെ കിങ് കോബ്ര കടിച്ചു കഴിഞ്ഞാൽ അത് ചാവുന്നു എന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നമ്മൾ അതിനെ ഭയക്കുന്നതും ഭയക്കാതിരിക്കുന്നത്. എന്ന് പറഞ്ഞ മാതിരി നമ്മളുടെ മുന്നിലുള്ള ഒരു സാധനത്തെ നമ്മൾ ഭയക്കുന്നതിന് കൃത്യമായ പ്രസിഡന്റ് നമ്മുടെ മുന്നിലുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിച്ചത്. ബംഗ്ലാദേശിൽ നടക്കുന്ന കാര്യങ്ങൾ എടുക്കുക, അതല്ലെങ്കിൽ മറ്റോരോ രാജ്യത്ത് നടക്കുന്ന വിഷയങ്ങൾ എടുക്കുക. കാനഡയിൽ ഉദാഹരണം ഞാൻ പറയുന്നു, UK നടക്കുന്ന കാര്യങ്ങൾ പറയുന്നു, ജർമ്മനിയിൽ നടക്കുന്നത് പറയുന്നു, ഓരോ രാജ്യത്തും നടക്കുന്നു. ഇനി ഇത് മുൻകൂട്ടി കണ്ട് ഇതിനെ തട സൃഷ്ടിച്ചിട്ടുള്ള രാജ്യങ്ങൾ ഇന്ന് ആശ്വാസം കൊള്ളുന്നത് കൂടി നമ്മൾ കാണാം. പോളണ്ട് വലിയൊരു ഉദാഹരണമാണ്. പോളണ്ട് എന്താ പറയുന്നത്? അൽഹംദുലില്ലാ, ദിസ് ഈസ് ഫ്രീ, ദിസ് ഈസ് പോളണ്ട്, വി ആർ ഫ്രീ ഫ്രം ഇസ്ലാം എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് അവരെത്തുകയാണ്. എന്ന് വെച്ചാൽ ഇസ്ലാമിന് ഒന്നാന്തരം ട്രോള് അവർ കൊടുക്കുകയാണ്. ഇതേപോലെ കാര്യങ്ങൾ ചെയ്തും ചെയ്യാതിരുന്നും പ്രശ്നം ഉണ്ടായത് കണ്ടും അനുഭവിച്ചും അതിൽ നിന്ന് രക്ഷപ്പെട്ടതുമായിട്ടുള്ള രാജ്യങ്ങൾ നമ്മുടെ മുന്നിൽ മാതൃകയായിട്ടുള്ളപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഈ വിഷയം ഇത് നമ്മുടെ കൺമുന്നിൽ വന്ന് നിൽക്കുമ്പോൾ നമ്മളത് കണ്ണിൽ കുത്തുന്ന തെളിവായിട്ട് നമ്മുടെ മുന്നിലുണ്ടായിട്ടും അതിനോട് നമ്മൾ കണ്ടില്ല എന്ന് നടിക്കുന്ന അവസ്ഥയിലേക്ക് രാഷ്ട്രീയം ഇവിടെ മാറി. അത് വെറും വോട്ട് രാഷ്ട്രീയത്തിന് വേണ്ടി അടിയറവ് വെക്കുന്ന ഒരു അവസ്ഥ, ഇവിടുത്തെ നമ്മളുടെ രാഷ്ട്ര സുരക്ഷ അടിയറവ് വെക്കുന്ന ഒരു അവസ്ഥയും കൂടി ഉണ്ടാകുമ്പോൾ നമുക്കിത് ചോദ്യം ചെയ്യാതെ നിവൃത്തിയില്ല എന്നുള്ളത് തന്നെയാണ്. അതെ, ശ്രീ ആരിഫ് ഹുസൈൻ, അതോടൊപ്പം ഒരു കാര്യം കൂടി, പൊതുസമൂഹത്തിൽ ഇങ്ങനെ ആശയ വ്യതിചലനം ഇവർ ഉദ്ഘോഷിക്കുമ്പോൾ ഒരുപക്ഷെ ഇവരുടെ പിൻഗാമികൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള ഒരു ആശയക്കുഴപ്പം ഉണ്ടാകുകയില്ലേ? ആ ഒരു കുഴപ്പം തന്നെയാണ് ഇന്നിപ്പോൾ ഇത് ചർച്ചയാക്കിയത് പോലും. അതാണ് നമ്മളിവിടെ കണ്ടത്. കാരണം ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ അങ്ങനെ നമ്മൾ മാറ്റിക്കഴിഞ്ഞാൽ, അതായത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സോഷ്യലിസം മാറ്റിവെച്ച് അത് ക്യാപിറ്റലിസത്തിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിന്നെ ഇല്ല, അത് മരിച്ചു, ചത്തു, അങ്ങനെയല്ലേ എന്ന് ഇതിനകത്ത് നിന്ന് തന്നെ ആളുകൾ ചോദിക്കുക. രാഷ്ട്രവാദമില്ല, ഇഖാമത്തുദ്ദീൻ ഇല്ല എന്നുണ്ടെങ്കിൽ പിന്നെ എന്തൊട്ട് ജമാഅത്ത് ഇസ്ലാമി എന്ന് ജമാഅത്ത് ഇസ്ലാമിയുടെ അകത്തുള്ള ആളുകൾ തന്നെ ചോദിക്കുകയാണ്. ഇതാ ഞാൻ പറഞ്ഞ ആശയക്കുഴപ്പം എന്ന് പറഞ്ഞാൽ ചെറിയ ആശയക്കുഴപ്പമൊന്നുമില്ല, വലിയ ആശയക്കുഴപ്പമാണ്. അതിന്റെ അസ്തിത്വം തന്നെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്.